നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ നിന്ന് വീണ്ടും ജനവിധി തേടാൻ പി.ജെ. ജോസഫ്. കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുക്കുമെന്നത് തെറ്റായ പ്രചാരണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് 24നോട് പ്രതികരിച്ചു. മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തുണ്ടാകുമെന്ന് ജോസഫ് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ തൊടുപുഴയുടെ MLA ആണല്ലോ പി.ജെ. ജോസഫ്. അപ്പം മത്സരിക്കാണ്ടിരിക്കാനുള്ള ഒരു സാധ്യതകളും പാർട്ടി കാണുന്നില്ല. പാർട്ടി ചെയർമാനാണ്. പാർട്ടി ചെയർമാനും പാർട്ടിയും യോജിച്ച് എടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചിത്രം വ്യക്തമാവും. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ സംസ്ഥാന തലത്തിൽ മുന്നണി നേതൃത്വം ചേർന്നെടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഏതൊക്കെ പാർട്ടി എവിടെയാണ് മത്സരം. പ്രാദേശികമായിട്ട് ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആയിട്ടൊന്ന് അങ്ങനെ കാണേണ്ട കാര്യമേ ഉള്ളൂ. രാഹുൽ വിജയനാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, അപ്പു ജോൺ ജോസഫ് അങ്ങനെയെങ്കിൽ ഇത്തവണ മത്സരരംഗത്തില്ലെന്നാണോ രാഹുൽ? ഉന്മേഷ്, ആദ്യം തന്നെ ഈ തൊടുപുഴ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല. അങ്ങനെയല്ല, ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള ചില ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അതിലായിരുന്നു അപ്പു ജോൺ ജോസഫിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. ഇനി തൊടുപുഴത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പി.ജെ. ജോസഫ് തന്നെ തൊടുപുഴ മണ്ഡലത്തിൽ മത്സരിക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം തൊടുപുഴ നഗരസഭയിൽ ഉൾപ്പെടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫിന് വലിയ കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് പി.ജെ. ജോസഫ് തന്നെ മത്സരിച്ചാൽ മാത്രമേ വിജയ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വിജയം കരസ്ഥമാക്കാൻ കഴിയൂ എന്നുള്ളൊരു നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം മാറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം അപ്പു ജോൺ ജോസഫിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നത്. നേരത്തെ അനാരോഗ്യം കാരണം പി.ജെ. ജോസഫ് ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നു എന്നുള്ള ഒരു ചർച്ചകളൊക്കെ വന്നിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അപ്പു ജോൺ ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കുമെന്നുള്ള പ്രചരണവും ഉണ്ടായിരുന്നു. അതൊക്കെ മറികടക്കുന്ന വിധത്തിലാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും കേരള കോൺഗ്രസിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി.ജെ. ജോസഫ് തൊടുപുഴയിൽ തന്നെ മത്സരിക്കും. അത് ഇടുക്കിയിലെ മറ്റു മണ്ഡലങ്ങളിലും ഗുണകരമാകുന്ന വിധത്തിലായിരിക്കും പി.ജെ. ജോസഫിന്റെ ഒരു പ്രസൻസ് എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അതുകൊണ്ട് തന്നെയാണ് പോവുകയും ചെയ്തത്. മാത്രമല്ല, സംസ്ഥാനത്ത് 10 സീറ്റുകളിൽ നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്നുണ്ട്. ആ സീറ്റുകളിലെല്ലാം തന്നെ മത്സരിക്കും ഇത്തവണയും എന്നുള്ളതാണ് പറയുന്നത്. ഏതെങ്കിലും സീറ്റുകൾ തമ്മിൽ വെച്ചു മാറ്റം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് പാർട്ടി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇടുക്കി സീറ്റോ തൃക്കരിപ്പൂർ സീറ്റോ കോൺഗ്രസ് ഏറ്റെടുത്തതിന് ശേഷം മറ്റേതെങ്കിലും സീറ്റുകൾ മാറ്റിത്തരാമെന്നുള്ളൊരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നും അപ്പു ജോൺ ജോസഫ് 24നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.